പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കാൻ ഭീകരർക്ക് ഒരു താവളവും ഉണ്ടാകില്ല. വീട്ടിൽ കയറി കൊന്നിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് നൽകിയ ഈ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ധീര ജവാന്മാർ നിറഞ്ഞ കയ്യടിയോടെയാണ് ഏറ്റെടുത്തത്. പാകിസ്ഥാൻ തകർത്തെന്ന് അവകാശപ്പെട്ട ഇന്ത്യയുടെ അഭിമാനമായ ആദംപൂർ വ്യോമത്താവളത്തിലെ രാജ്യത്തിന്റെ സുദർശന ചക്രമായ S-400 മുന്നിൽ നിന്ന് മോദി സൈനികരെ സല്യൂട്ട് ചെയ്തത് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാന് മുഖമടച്ചുള്ള മറുപടിയായി. പാകിസ്ഥാൻ ഇനി ഡ്രോണുകളും മിസൈലുകളും അയച്ചാലും തകർത്ത് തരിപ്പണമാക്കുമെന്ന മുന്നറിയിപ്പും. പ്രധാനമന്ത്രിയും വിദേശ മന്ത്രാലയവും എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകി കഴിഞ്ഞു. ഭീകരരെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പാകിസ്ഥാൻ ഇന്ത്യൻ ജനതയെയും സൈനികരെയും. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളിൽ പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. എല്ലാം സാറ്റലൈറ്റ് ഇമേജിലൂടെ ലോകത്തിന് മുന്നിൽ ഇന്ത്യ വ്യക്തമായി കാണിച്ചു കൊടുത്തപ്പോൾ ഇന്ത്യക്ക് നാശമുണ്ടാക്കിയെന്ന് വാചകമടിയല്ലാതെ പാകിസ്ഥാന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. നിൽക്കക്കള്ളിയില്ലാതെ വെടിനിർത്തലിന് പാകിസ്ഥാൻ യാചിച്ചു. ഒരു മൂന്നാം കക്ഷിയുമായും ഇന്ത്യ ചർച്ച നടത്തിയിട്ടില്ല. ഇനിയും ഭീകരത തുടർന്നാൽ പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരും. ഭീകരർക്ക് പാകിസ്ഥാനിൽ ഒരിടത്തും നടക്കാനാവില്ല. വീട്ടിൽ കയറി തീർത്തിരിക്കും. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യം. ചർച്ച പാക് അധീന കശ്മീരിനെ കുറിച്ച് മാത്രം. ആണവായുധം കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് മോദി മുന്നറിയിപ്പ് നൽകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാക് വാദങ്ങൾ കള്ളമെന്ന് ഇന്ത്യ തെളിയിക്കുകയല്ലേ.